ബാക്ക് ടു യുവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. സോ ഗൈസ് ഞാനും സൈക്കോയും കൂടെ രാവിലെ എണ്ണിച്ച്. നമ്മളിന്ന് സൈക്കോയുടെ ഫ്ലാറ്റിലിങ്ങനെയൊക്കെയാണ് താമസം. രാവിലെ എണ്ണിച്ച് വെറുതെ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരങ്ങളിലൊക്കെ വിളിച്ചു. കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞാൽ അവൻ ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വരാൻ അവൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞ് നല്ല സെറ്റപ്പ് വണ്ടിയാണ്, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി കാണാൻ പോവാണ്. അപ്പം ഈ സൈക്കോ നമ്മുടെ കൂടെ വരുന്നില്ല. അവനെന്തോ വർക്ക്ഷോപ്പിലെന്തോ പണിയുണ്ടെന്ന്. അല്ലടാ സൈക്കോ? അണ്ണം പോയിട്ടോ ശരി എന്നാൽ. അപ്പോൾ അവന് പണിയുണ്ടാവും, അതുകൊണ്ട് വരുന്നില്ല. അപ്പം നമുക്കെന്തായാലും പോകാം. ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു. നമുക്കിനി ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതി. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയും സൈക്കോയുടെ വണ്ടിയും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ഹോണ്ടയുടെ വണ്ടികളിലൊക്കെയാണ് നമ്മുടെ വണ്ടി. ഇത് നമ്മുടെ ഇവൻ്റെ വണ്ടി, സൈക്കോയുടെ വണ്ടിയാണ്. എടാ ചാവി. നമ്മുടെ സൈക്കോയുടെ വണ്ടി ഇതിനകത്തുണ്ട്. എടാ ലോക്ക് അയച്ചു ഒന്ന് ലോക്ക് അയക്കും. വരുന്നു. ഗൈസ് അവൻ അങ്ങനെ വരുന്നുണ്ട്. ഗൈസ് അങ്ങനെ അവൻ ലോക്കും കാലിലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോർഡിൻ്റെ വണ്ടിയും കാലിലൊക്കെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വണ്ടി അവൻ കൊണ്ടുപോയിക്കോളാം. നമുക്ക് വണ്ടിയുടെ ഉൾഭാഗം നോക്കാം. ഞാൻ ചിലപ്പോൾ ഈ വണ്ടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് വണ്ടി ഒന്ന് പൊട്ടിക്കാം. വണ്ടിയുടെ സൗണ്ട് വിഷയം. ഗൈസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം ഇട്ട വീഡിയോയിലൊക്കെ സൗണ്ട് ഭയങ്കര കുറവായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഈ വീഡിയോയിൽ അറിയത്തില്ല. എന്തായാലും ഇവൻ്റെ വണ്ടി ഇവൻ കൊണ്ടുപോട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം, നമ്മളെ തന്നെ വണ്ടി മതി. എടാ എന്നാൽ ഞാൻ എൻ്റെ വണ്ടി തന്നെ എടുത്തോളാം, നീ എന്നാൽ ഈ വണ്ടി തന്നെ. ഞാൻ ഫസ്റ്റ് വെച്ചാൽ അവൻ്റെ വണ്ടി പോകാമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ വണ്ടിയിൽ തന്നെ പോകാം. നമ്മുടെ വണ്ടിയിൽ സൗണ്ട് നിങ്ങളാരും കേട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് നേരെ അവൻ്റെ വീടിൻ്റെ അവിടെ ഇച്ചിരി ദൂരമുണ്ട്. എടാ സൈക്കോ ഞാൻ പോയിട്ടോ. ശരി എന്തായാലും അവൻ്റെ ഷോറൂമിൽ അവൻ്റെ പണിയുണ്ട്. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൻ വന്നാൽ ഗൂഗിൾ മാപ്പ് ഇടാം. അവൻ്റെ വീട് ഏകദേശം ഈ ഒരു ഭാഗത്ത് എവിടെയൊക്കെ ആയിട്ടാണ്. കറക്റ്റ് അറിയത്തില്ല. ഇവിടെയാണ് അവൻ്റെ വീട് വരുന്നത്. അവിടെ ചെന്നിട്ട് അവനെ വിളിക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. അത് ഈ ഗെയിമിൻ്റെ സൗണ്ടുകളൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. ഇത് ഇത്രയും കുറച്ചിട്ട്. ഇനി കുറയ്ക്കാൻ എനിക്ക് പറ്റൂല. കാർ വോളിയം നമുക്ക് കുറച്ചിടാം. നിങ്ങൾക്ക് കാർ വോളിയം ഒട്ടും കേൾക്കാണ്ടില്ല തോന്നുന്നു. ഇപ്പോൾ കേൾക്കാൻ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ എന്തായാലും അവൻ വിളിച്ചിട്ടുണ്ട് വണ്ടി കാണാൻ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോയേക്കാം. നമ്മൾ പിന്നെ ഇന്നലെ നമ്മുടെ ജീപ്പുകളൊക്കെ നമ്മൾ സർവീസ് ചെയ്തു. അത് നാളെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം അതിൻ്റെ വീഡിയോ നാളെ നമുക്ക് വരുന്നതായിരിക്കും. എന്തായാലും നമുക്കിപ്പോൾ
വണ്ടി സോ വണ്ടി എന്തായാലും നമ്മൾ ഓടിച്ചില്ല. ഓക്കെ, സോ ഏത് വണ്ടിയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, ഈ പോണ വഴി നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. ഓക്കെ, തീർന്നു. സോ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ സോ അവിടെ വെച്ച് പെട്രോൾ തീർന്നു. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ്, എടാ നീ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയില്ലെങ്കിൽ നീ സിറ്റിയിലോട്ട് പോ, ഞാൻ എന്നാൽ സിറ്റിയിലോട്ട് വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ആ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നു. സോ അവിടെ വല്ല പെട്രോൾ കാണുമെന്ന് വെച്ചാണ് ഇങ്ങോട്ട് വന്നത്. നേരെ പോകാമെന്ന് വിചാരിച്ചു. സോ ഫുള്ളും തീർന്ന് അനങ്ങുന്നില്ല വണ്ടി. സോ അപ്പം നമ്മൾ നേരെ സൈക്കോനെ വിളിച്ചു. ഓക്കെ, അപ്പോൾ സൈക്കോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് നല്ല തിരക്കാണ്, അവന് വണ്ടിയൊക്കെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പക്ഷേ വിളിച്ചപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കുറേ ഇച്ചിരി നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഇപ്പോൾ എത്തും. അവൻ വന്നിട്ടൊന്ന് കാണാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ അവനവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അവൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ സൈക്കോ. അയ്യോ സൈക്കോ. സോ ഗൈസ് അവൻ ഇറങ്ങുന്നുണ്ട്. അണ്ണ എന്ത് പറ്റി അണ്ണ? ഓ എന്ത് പറയാനാ, കൊള്ളാം, ഞാൻ അവിടെ തിരക്കിലായിരുന്നു. കുഴപ്പമില്ല, വാ പോ. നിൻ്റെ വർക്കൊക്കെ അതവിടെ നടക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. സോ ഗൈസ് നമുക്ക് പെട്ടെന്ന് കയറാം, അവന് പോകേണ്ടതാണ്. സോ വണ്ടി അമ്മേ കയറ്. സോ അവൻ തിരിച്ച് സിറ്റിയിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ്. എടാ അപ്പം എൻ്റെ വണ്ടിയാ? എന്നാൽ അതെൻ്റെ കൂട്ടുകാരനെ പറഞ്ഞിടാ, അവൻ വന്ന് എടുത്തോളൂ. ശരി ശരി. സോ എന്തായാലും നമുക്ക് സിറ്റി ചെന്നിട്ട് കാണാം. സോ ഗൈസ് അങ്ങനെ അവൻ നമ്മളെ ഇവിടെ കൊണ്ട് ഇതെന്താണ് സോ അതെന്താ. സോ ഗൈസ് അങ്ങനെ അവൻ നമ്മളെ ഇവിടെ തന്നെ നിന്നിട്ട് നമ്മളെ കൊണ്ടാക്കി പോയിട്ടുണ്ട്. സോ ഇനി അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ അവൻ അവിടുത്തെ ആ കാണുന്ന കടയിൽ നമ്മൾ അടുത്താണ്, അവിടുത്തെ കടയുടെ വാതിക്കെ വരാമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അങ്ങോട്ട് നടന്നേന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. സോ വെയിറ്റ് ചെയ്യണ്ട, അവൻ വരട്ടെ. അവൻ ഇച്ചിരി നേരം പിടിക്കുമെന്ന് പറഞ്ഞ്, കുഴപ്പമില്ല, അവൻ വരട്ടെ. നമുക്ക് അത്ര നേരം അവിടെ ഇരിക്കകത്ത്. അവൻ വരുമ്പോൾ നമുക്ക് നേരെ വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും അവൻ വരട്ടെ. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എന്തായാലും ചെയ്യണം. ഓക്കെ, എന്തായാലും ഇനി അവൻ വരട്ടെ. നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് എന്തായാലും ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇനി അവൻ വല്ലതും വന്നിട്ട് കാണാല്ലേ, പിന്നെ മടുപ്പ ഇങ്ങനെ വെറുതെ നിൽക്കേണ്ടി വരും. ഓക്കെ, സോ ഗൈസ് അങ്ങനെ അവൻ വണ്ടിയായിട്ടൊക്കെ വന്നു. സോ ഞാൻ വണ്ടിയായിട്ട് വന്നപ്പോൾ തന്നെ നെട്ടിപ്പോയി. സോ ഇവൻ ഈ വണ്ടിയോ, എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ഇവൻ ഈ ഒരു വണ്ടി എടുക്കുന്നു. സോ നോക്കുകയാണെങ്കിൽ BMW M5. സോ അവൻ ഇറക്കിയതേ ഉള്ളൂ, 2 ദിവസം എന്തോ. സോ അവൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇച്ചിരി താത്തി ആ റെഡ് ലൈനിങ്ങും ബ്ലാക്കിൽ ആ റെഡ് ലൈനിങ്ങും വിഷ്വൽ ലുക്ക്. എനിക്ക് ഒന്നും പറയാൻ വയ്യ, വിഷ്വൽ ലുക്കാണ്. അപ്പം നമുക്ക് ഇവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എടാ ഈ വണ്ടി എങ്ങനെയുണ്ട്? നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തതാണ്? ഓടാ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തത്. സോ അവൻ സ്വന്തം ഇഷ്ടത്തിന് തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് വിഷ്വൽ ലുക്ക്. സോ എൻ്റെ ഇങ്ങനത്തെ വണ്ടിയൊന്നുമില്ല. സോ ഒരു വണ്ടി ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, സോ എടാ എന്നാൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുവാണേ. എടാ ഞാൻ എടുക്കടാ വണ്ടി. അതെന്താ? പുതിയ വണ്ടിയല്ലടാ, അതുകൊണ്ടാണ്. ഓക്കെ. സോ എന്നാൽ ഞാനെന്നാൽ സീറ്റിൽ കയറി ഇരിക്കാം, നീ എന്നാ ഓടിക്കും. ഓക്കെ, എടാ ഇത് ലോക്കാ. എന്നാൽ വെയിറ്റ്. സോ അയ്യോ എടാ, സോറി. സോ ഓക്കെ, ഞാനായിരുന്നിട്ടുണ്ട്. ഓക്കെ വെയിറ്റ്, നീ എന്നെ ഓടിച്ചു. എടാ എനിക്കന്നൊന്ന് വണ്ടി ഓടിക്കാൻ തന്നിരുന്നേ കൊള്ളായിരുന്നു, വീഡിയോ എടുക്കണമായിരുന്നു. എടാ പുതിയ വണ്ടി വേണ്ട, അല്ലെങ്കിൽ തന്നാലേ.
സോ നമ്മുടെ വണ്ടിയുടെ പുതിയതായിട്ട് ഓടിക്കാൻ തരത്തില്ല അങ്ങനെ. സോ നമ്മൾ അവന് ചെറിയൊരു പണി കൊടുക്കാൻ പോവാണ്. സോ പണിയൊക്കെ നമുക്ക് രാത്രി പറയാം. സോ ഇന്ന് രാത്രിയായിട്ടൊന്ന് കാണാം. ഓക്കെ, നമ്മൾ നേരെ രാത്രിയായിട്ട് നമ്മൾ നേരെ അവൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ഇച്ചിരിയും കൂടെ പോയി അവൻ്റെ ആ വീടെത്തും. സോ എന്തിനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് നോക്കുവാണെങ്കിൽ, സോ നമ്മൾ നേരെ പോയിട്ട് അവൻ്റെ വീട്ടിനകത്ത് കയറി BMൻ്റെ താക്കോലും എടുത്ത് നേരെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോവുകയാണ്. സോ അപ്പോൾ അടിച്ചിട്ട് നമ്മൾ എന്നിട്ട് അടിച്ചു മാറ്റിയിട്ട് അവനെ രാവിലെ എണീക്കുമ്പോൾ അവൻ കാണണം ഈ വണ്ടി ഇവിടെ പോയി. സോ അവൻ നെട്ടണം. സോ അത് തന്നെ നമ്മൾ വിളിച്ചു പറയണം, എൻ്റെ കയ്യിൽ വണ്ടി സേഫാണ്. സോ ഇനി നീ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ വണ്ടി കൊടുക്കണം. സോ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കാം, നമുക്ക് നോക്കാം. സോ ഓക്കെ, അപ്പം നമുക്ക് നേരെ അവൻ്റെ വീട്. സോ എൻ്റെ വീട് അവിടെയായിട്ടാണ്. സോ നമുക്കിത് ഇങ്ങോട്ട് വണ്ടികളൊക്കെ കയറ്റി ഇട്ടേക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വണ്ടി കണ്ടിട്ട് പിന്നെ പണിയാവും. സോ നമുക്കൊന്ന് ലോക്കാക്കട്ടെ. സോ ഓക്കെ, എന്തായാലും നമുക്ക് നേരെ അവൻ്റെ അങ്ങോട്ട് പോകാൻ വീട്ടിലോട്ട്. സോ നമ്മൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സോ ഓക്കെ, സോ ഇത് ഞാൻ നേരെ കാണുന്നതാണ് അവൻ്റെ വീട്. സോ എന്താ ഗ്യാരേജൊന്നും അടയ്ക്കത്തൊന്നുമില്ലേ? ഈ വണ്ടി അവിടെ കിടക്കുന്നത് എൻ്റെ അടച്ചിട്ടുണ്ട്. സോ എനിക്കത് ഗ്യാരേജിലായിരിക്കും. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ തുറന്നു നടക്കുന്ന പോലെ കണ്ടു. സോ ഞാൻ ആ ഗ്യാരേജിൽ കാണും. സോ എന്തായാലും നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീട്ടിലോട്ട് നൈസിൽ കയറാവേ. സോ തുറന്നു. സോ ഇത് മറ്റേ ഇവിടെ വലിയായിട്ട് കള്ളനൊന്നും കയറാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ വണ്ടിയുടെ താക്കോലും തപ്പി പിടിച്ചിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ BMW താക്കോലും കള്ളൊക്കെ കിട്ടി. ബട്ട് അവൻ മേളിൽ കിടന്ന് നല്ല ഉറക്കമാണ്. സോ എന്തായാലും ഇതിലേ കയറാൻ പറ്റും. സോ ഞാൻ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതിൽ നമുക്ക് ഗ്യാരേജിലോട്ട് കയറാം. ഓക്കെ, സോ ഗ്യാരേജ് തുറക്കുന്നില്ല, ലോക്കാൻ തോന്നി. ഇനി ഇതിൻ്റെ താക്കോല് കണ്ടുപിടിച്ചിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമുക്ക് അതിൻ്റെ താക്കോലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ BMW. സോ അടക്കുന്നു നമ്മുടെ BMW. സോ ഓക്കെ, നമുക്ക് റിവേഴ്സ് എടുക്കാം. സോ വിഷയം. സോ നമുക്കിത് ആ സൗണ്ട് കേട്ടാന്ന് അറിയത്തില്ല. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയേക്കാം. സോ അല്ലെങ്കിൽ പിന്നെ ഇനി പണിയാവുന്നില്ല. സോ ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വേറെ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വീടുകളൊക്കെ ഇവിടെ തന്നെയാണ്. സോ ഇവൻ്റെ വീട്ടിൽ. സോ ഇവന് ഈ കൂട്ടാൻ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ്. സോ നമ്മുടെ കൂട്ടാൻ്റെ വീട്. സോ കൊണ്ട് കയറത്തില്ല. ഇവൻ്റെ വീട്ടിലാണ്. സോ താമസിക്കുന്നത്. നമുക്ക് പമ്പിലോട്ട് വരാം. ഓക്കെ, സോ നമുക്ക് പമ്പിലോട്ട് പോയിട്ട് അവിടെ വല്ല ഇതാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവരെ നൈസിൽ വിളിക്കാം. ഇപ്പോഴല്ല, സോ രാവിലെ ആക്കാം. നമുക്ക് ഇവിടെ അതിൻ്റെ പുറകെ പോയി വരാൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ എല്ലാം കിടക്കാം. സോ എന്തായാലും വിഷയം ലുക്കാണ്. സോ നമ്മുടെ BMൻ്റെ വിഷയം ലുക്ക്. സോ ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇനി രാവിലെ ആയിട്ട് കാണാം. സോ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. സോ ഞാൻ വണ്ടി കിടന്നങ്ങോട്ട് ഉറങ്ങി. നമുക്കിനി അവനെ വിളിച്ച് നോക്കും. ഓക്കെ, നമുക്കൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ഹലോടാ. എടാ, ആരോ എൻ്റെ BMW അടിച്ചോണ്ട് ഇതിലുള്ള ആരോ കൊണ്ടുപോയിക്കണം കൺഫേം. എന്തുവാടാ വണ്ടി? നീ എന്താ വണ്ടി ഇത് ലോക്കാക്കിയതാടാ. അകത്തുനിന്ന് താക്കോലും അടിച്ചോണ്ട് പോയി. ഒരു കാര്യം പറയട്ടെ, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. വണ്ടിയാ നിൻ്റെ എങ്ങനെ? ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്ന് നേസിൽ വണ്ടി അങ്ങോട്ട് പൊക്കി. നീ വന്ന് പൊക്കിയോ? എന്തുവാടാ? നിനക്ക് തരാതൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടാ, ഇതിനെക്കാട്ടി സെറ്റ് വണ്ടി കേട്ടല്ലോ. സോ ഞാൻ നിൻ്റെ വീടിൻ്റെ ഇവിടെയുള്ള പെട്രോൾ പമ്പില്ല, അവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ഓക്കെ. സോ അവൻ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സോ അവൻ ഇപ്പോൾ വരും. സോ അവൻ വന്നിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ അവൻ ഇവിടെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്.
ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ല, എന്നാലും പേടിച്ചു. ഗൈസ് ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.